എന്നും ലാലേട്ടന്റെ എപ്പിസോഡിൽ അനുമോൾക്ക് ഒരു ചീത്ത കേൾക്കുന്നത് പതിവായ കാര്യമാണ്. ചീത്ത കേൾക്കുക എന്നുള്ളത് അനുമോൾ ഒരു ഹോബിയാക്കി മാറ്റിയിരിക്കുകയാണ്. അനുമോൾ, ആദില, നൂറ ഇവർ 3 പേരും നല്ല കൂട്ടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവർക്ക് സ്ഥിരമുള്ള ഒരു തൊഴിലാണ് ഡ്രസ്സിംഗ് റൂമിൽ പോയി മൈക്ക് മാറ്റിക്കൊണ്ട് സംസാരിക്കുന്നത്. അത് പലതവണ ബിഗ് ബോസ് വാൺ ചെയ്ത കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവർ ഡ്രസ്സിംഗ് റൂമിൽ കയറി കഥ പറയുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് പുറത്താക്കാറാണ് പതിവ്. ബിഗ് ബോസ് പറയാറുണ്ട്, ഡ്രസ്സിംഗ് റൂം ഡ്രസ്സ് ചേഞ്ച് ചെയ്യുവാനുള്ളതാണ്, അല്ലാതെ നിങ്ങൾക്ക് കഥ പറയുവാനുള്ള സ്ഥലമല്ല എന്ന്. ഇത് ലാലേട്ടൻ ചോദ്യം ചെയ്തപ്പോൾ അനുമോൾ അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു. ലാലേട്ടൻ ഇവർ 3 പേരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 3 പേരും എന്തിനാണ് ഡ്രസ്സിംഗ് റൂമിൽ കയറുന്നത് എന്ന്. എന്നാൽ ഇപ്പോൾ കയറാറില്ല, മുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, ബിഗ് ബോസ് നിങ്ങളെ ഈ വീക്കിൽ വാൺ ചെയ്തിട്ടില്ലേ എന്ന്. അപ്പോൾ ഓർത്തെടുത്ത് സംസാരിക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് ഇവർ പില്ലോ എല്ലാം എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയപ്പോൾ ബിഗ് ബോസ് ആണ് അവരോട് അവിടെ നിന്ന് ഇറങ്ങുവാൻ പറഞ്ഞത്. എന്തായാലും 3 പേരെ നിർത്തി ലാലേട്ടൻ പൊരിക്കുന്നുണ്ട്. ഇനി എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.